ഹായ് ഓൾ, ഇറ്റ്സ് മീ അഭിലാഷ് ഫ്രം techmaddies.com. ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒപ്പോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ച് ആയിട്ടുള്ള F21 Proയുടെ ഒരു ഹാൻഡ്സ് ഓൺ ഓവർവ്യൂവുമായിട്ടാണ്. 2 ദിവസം മുന്നെയാണ് ഈ ഒരു ഫോൺ എനിക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് യൂസ് ചെയ്തപ്പോൾ തോന്നിയ കാര്യങ്ങളും ഇതിൻ്റെ ഓവറോൾ സ്പെസിഫിക്കേഷനും ചേർത്തിട്ടുള്ള ഒരു ഓവർവ്യൂ വീഡിയോ ആണ് ഞാനിന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ദ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 2 കളർ വേരിയൻറ്റുകളിലാണ് ഒപ്പോ ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യുന്നത്. ഒന്ന് കോസ്മിക് ബ്ലാക്കും 2 സൺസെറ്റ് ഓറഞ്ചും. ഇതിൽ കോസ്മിക് ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ് എനിക്ക് യൂസ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. സൺസെറ്റ് ഓറഞ്ച് കളറിലാണ് ഒപ്പോ ഇൻഡസ്ട്രീസ് ഫസ്റ്റ് ആയിട്ടുള്ള ഫൈബർ ഗ്ലാസ് ലെതർ ഡിസൈൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒപ്പോ ഗ്ലോ എഫക്റ്റ് ആണ് കോസ്മിക് ബ്ലാക്ക് കളറിൻ്റെ ബാക്ക് സൈഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഞാൻ പറയാം. സെഗ്മെന്റ് ഫസ്റ്റ് ഓർബിറ്റ് ലൈറ്റ്. 2 MP ക്യാമറയ്ക്ക് ചുറ്റിനുമാണ് ഈ ഒരു ലൈറ്റ് നൽകിയിരിക്കുന്നത്. ഇതുകൊണ്ട് 2 പ്രയോജനങ്ങളുണ്ട്. ചാർജിങ്ങിൻ്റെ ടൈമിലും മെസ്സേജ് വരുന്ന ടൈമിലും കോൾസ് വരുന്ന ടൈമിലും ആ ഒരു ഇൻഫോർമേഷൻ പ്രോപ്പറായി നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റായിട്ട് ഇത് വർക്ക് ചെയ്യും. ഇതിൻ്റെ രണ്ടാമത്തെ പ്രയോജനം ക്യാമറയെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നെക്സ്റ്റ്, ഇതിൻ്റെ ഓവറോൾ ഹാൻഡ് ഫീലിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. 7.49 mm തിക്നെസ് ഉള്ള ഈ ഒരു ഡിവൈസിന് 175 gram ആണ് വെയിറ്റ് നൽകിയിരിക്കുന്നത്. ഈ അടുത്ത് യൂസ് ചെയ്തതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിവൈസാണ് ഒപ്പോയുടെ F21 Pro. അടുത്തതായി നമുക്ക് ഈ ഒരു ഡിവൈസിന്റെ സ്ക്രീനിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. 6.4 inch ഫുൾ HD പ്ലസ് പഞ്ച് ഹോൾ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഒപ്പോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 20:9 ആസ്പെക്ട് റേഷ്യോയും യൂസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഫ്ലൂയിഡ് ആയിട്ടുള്ള ടച്ച് റെസ്പോൺസ് ലഭിക്കുവാൻ വേണ്ടി 90 Hz റീഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചത് വെച്ച് എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ആംഗിളിൽ നിന്നും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വിഷ്വൽസ് നൽകുന്ന, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കളർ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ക്രീനാണ് ഒപ്പോ F21 Proയിൽ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡിവൈസിന്റെ ക്യാമറയെ പറ്റി സംസാരിക്കാം. 32 MP ഒരു സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ് ഒപ്പോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്പോയുടെ തന്നെ റെനോ 7 Proയിൽ യൂസ് ചെയ്തിരുന്ന സോണി IMX709 സെൻസറാണ് ഇതിലും ഒപ്പോ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 32 MP ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ്സ് ദ വേൾഡ് ഫസ്റ്റ് RGBW സെൻസർ. റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ കളേഴ്സിനോടൊപ്പം തന്നെ വൈറ്റ് കളർ കൂടി സെൻസറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 60% ലൈറ്റ് ഇൻടേക്കും 35% നോയിസ് റിഡക്ഷനുമാണ് ഈ ഒരു സെൻസറിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഏതൊരു ലൈറ്റിംഗ് കണ്ടീഷനിലും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് റിയർ ക്യാമറയെ പറ്റി സംസാരിക്കാം. 64 MP ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് റിയറിൽ ഒപ്പോ യൂസ് ചെയ്തിരിക്കുന്നത്. 64 MP ഒമ്നി വിഷൻ 64B എന്ന് പറയുന്ന സെൻസറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 1.7 ആണ് അപ്പർച്ചർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോ ലൈറ്റിൽ ബെറ്റർ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓട്ടോ ഫോക്കസിങ് സ്പീഡും കൂടുതലായിരിക്കും. ഇനി അടുത്ത 2 MP യൂസ് ചെയ്തിരിക്കുന്നത് ബൊക്കെ ലെൻസ് ആയിട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഇനി ഒരു 2 MP കൂടിയുണ്ട്. ആ ഒരു 2 MP പ്രത്യേകത ഞാനൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാം. നിങ്ങളെല്ലാവരും മാക്രോ ഫോട്ടോസ് എന്നും മാക്രോ ലെൻസ് എന്നും കേട്ടിട്ടുണ്ടാവും അല്ലേ? 3 to 4 സെന്റിമീറ്റർ അകലെ വെച്ച് ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഇമേജസ് ക്യാപ്ചർ ചെയ്യുന്നതിനാണ് മാക്രോ ഷോട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഒപ്പോ ഇതിൽ നൽകിയിരിക്കുന്നത് മാക്രോ സെൻസർ അല്ല, ഇറ്റ്സ് എ മൈക്രോ സെൻസർ. 2 MP ഒരു മൈക്രോ സെൻസറാണ് ഒപ്പോ ഇതിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു സെൻസർ ഉപയോഗിച്ച് 30 times മാഗ്നിഫൈ ചെയ്ത് ഒരു ഒബ്ജക്റ്റിന്റെ മൈക്രോ ഷോട്ട്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഇതാദ്യമായാണ് ഒരു ബ്രാൻഡ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മൈക്രോ ലെൻസ് കൊടുത്തിരിക്കുന്നത്. റിവ്യൂ ചെയ്യുന്നതിനിടയിൽ ഞാനെടുത്ത 1-2 മൈക്രോ ഇമേജസ് കൂടി ഞാൻ ഈ ഒരു വീഡിയോടൊപ്പം ആഡ് ചെയ്യുന്നു. ലോവസ്റ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് കണ്ടീഷനിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മൈക്രോ ഇമേജസ് ക്യാപ്ചർ ചെയ്യാൻ ഓർബിറ്റ് ലൈറ്റ് സഹായിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഓർബിറ്റ് ലൈറ്റിന്റെ രണ്ടാമത്തെ പ്രയോജനം. അടുത്തതായി നമുക്ക് ഈ ഒരു ഡിവൈസിന്റെ പെർഫോമൻസ് പാർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
അപ് ടു 13 GB റാം ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. 8 GB റാമും പ്ലസ് 5 GB റാം എക്സ്പാൻഷനുമാണ് ഈ ഒരു ഡിവൈസിൽ വന്നിരിക്കുന്നത്. നമുക്ക് 5 GB വരെ റാം എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. 128 GB ഇന്റേണൽ മെമ്മറിയാണ് ഈ ഒരു ഡിവൈസിൽ നൽകിയിരിക്കുന്നത്. അത് കൂടാണ്ട് തന്നെ 2 സിമ്മും SD കാർഡും യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഡെഡിക്കേറ്റഡ് സ്ലോട്ട് കൂടിയാണ് ഇതിൽ ഒപ്പോ നൽകിയിരിക്കുന്നത്. 4500 mAh ഒരു ബിഗർ ബാറ്ററിയാണ് ഒപ്പോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാണ്ട് ചാർജിങ്ങിനായി 33 വാട്ടിന്റെ സൂപ്പർ ബൂക്ക് ചാർജർ കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാർജർ ഉപയോഗിച്ച് 65.5 മിനിറ്റ് കൊണ്ട് 0 to 100% ചാർജ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഒപ്പോയുടെ അവകാശവാദം. ഇനി ഇതിന്റെ പ്രൊസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാൽകോം സ്നാപ്ഡ്രാഗണിന്റെ 680 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2.4 GHz ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു 6 നാനോമീറ്റർ ഫാബ്രിക്കേഷനിലുള്ള പ്രൊസസ്സറാണ്. ഇനി ഇതിന്റെ സോഫ്റ്റ്വെയർ ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള 12 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കളർ വോയിസിന്റെ 12.1. കളർOS 12.1 ഒരുപാട് ഫീച്ചേഴ്സിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള 3 ഫീച്ചേഴ്സ് ആണ് ആന്റി പിപ്പിംഗ് ഫോർ നോട്ടിഫിക്കേഷൻ, എയർ ജസ്റ്റർ ആൻഡ് ഒമോജി. ഇതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഒമോജി. നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന എക്സ്പ്രഷൻസിനെ അതുപോലെ ക്യാപ്ചർ ചെയ്ത് മിമിക് ചെയ്യുന്ന 3D ക്യാരക്ടേഴ്സ് ആണ് ഒമോജീസ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് മൈ ഫേവറേറ്റ് ഫീച്ചർ. ഇനി ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി സിസ്റ്റത്തിനെ പറ്റി സംസാരിക്കാം. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഹാർഡ്വെയർ ബേസ്ഡ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും സോഫ്റ്റ്വെയർ ബേസ്ഡ് ഫേസ് അൺലോക്കുമാണ്. റിവ്യൂ ചെയ്യുന്നതിനിടയിൽ ഒരുപാട് തവണ ഞാൻ ഈ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ യൂസ് ചെയ്തിരുന്നു. ഏറ്റവും ബ്ലേസിംഗ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 22,999 എന്ന പ്രൈസ് റേഞ്ചിലാണ് ഒപ്പോ ഈ ഒരു ഡിവൈസ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപാട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്യാമറ ഫീച്ചേഴ്സും ഈ ഒരു ഡിവൈസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിന്റെ ഫർദർ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ നിയറസ്റ്റ് ഔട്ട്ലെറ്റുകൾ വിസിറ്റ് ചെയ്യാവുന്നതാണ്. So that's all from my side. Hope you all enjoyed the video. See you soon with another amazing videos.